يا مكة ما أطيبك بشجون همس الهادي. കാബൂബിന് മാലിക്കിനെ പറഞ്ഞപ്പം പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഷായിർ എന്ന് ചോദിച്ചു, കവിയായ കാബൂബിന് മാലിക്കാണോ എന്ന് ചോദിച്ചു. ഇത് കാബൂബിന് മാലിക് പിന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണോ എന്ന് എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ അഖബ ഉടമ്പടിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത്. ഇതിൽ അതിനുശേഷം നടന്ന ചില പ്രത്യേക സംഭവ വികാസങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ബഹുമാനനായ ഹാഫിൽ സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ളുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷമുണ്ടായ ചില സംഭവങ്ങളും അതോടൊപ്പം രണ്ടാം അഖബ ഉടമ്പടിക്കായി അവർ വരുമ്പോഴുണ്ടായ ചില സംഭാഷണങ്ങളുമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാം അഖബ ഉടമ്പടിക്കായി 75ഓളം ആളുകളാണ് വന്നത്. ഈ 75ഓളം ആളുകൾ മുസ്ലിങ്ങൾ മാത്രമാണ്. അതിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഈ അഖബ ഉടമ്പടി അതൊക്കെ അറിയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം രഹസ്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തോ ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ മദീനയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്കും ഇടയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഖുറൈശി നേതാക്കളൊക്കെ മദീനയിൽ നിന്ന് വന്ന ഔസ് ഹസ്രജ് എന്നീ ഗോത്രങ്ങളുടെ ടെന്റിൽ കയറി ഇറങ്ങി. അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എന്തെങ്കിലും ഉടമ്പടി പ്രവാചകനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവര് ചോദിച്ചത് മുഴുവനും അവിടുത്തെ സത്യനിഷേധികളോടാണ്, അഥവാ മദീനയിൽ നിന്ന് വന്ന സത്യനിഷേധികളോടാണ്. അവർക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ അവർക്ക് അറിയില്ല. അവര് സത്യമായിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. മറ്റവര് പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. ചോദിച്ചവരൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു. പിന്നെ ഇപ്പൊ അവർക്ക് കൂടുതൽ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അവര് തിരിച്ചുപോയി. പിന്നെ കൂടുതൽ അന്വേഷണം ഇല്ലാതെ തിരിച്ചവര് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോയതിനു ശേഷം പിന്നീട് അവർക്ക് ഉറപ്പായി, അല്ല ഇത് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പായി. അങ്ങനെ അവര് ഇവരെ പിടിക്കാനായിട്ട് വന്നു. മദീനയിൽ നിന്ന് വന്നവരെ പിടിക്കാനായിട്ട് വന്നു. ഇങ്ങനെ ഈ ഒരു കരാർ വല്ലാത്തൊരു സംഭവമാണല്ലോ. കാരണം അത് മുതൽ വലിയൊരു ഒരു ഭീഷണി അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവര് പിടിക്കാൻ വേണ്ടി വന്നപ്പോ അപ്പോഴേക്കും ഇവരൊക്കെ എന്തായിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, മദീനയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, അയ്യാമത്ത് ഷേഖിന്റെ അവസാന ദിവസം ആവാനുള്ള ഒരു കാരണം. എന്തെങ്കിലും കാരണത്താല് അവർക്കത് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ആക്ഷൻ എടുക്കാൻ സമയമില്ല. അതിനു മുന്നേ തന്നെ ഇവര് മുഴുവനും അവിടുന്ന് പോയിരിക്കും. പക്ഷെ രണ്ടാളുകൾ അവർക്ക് പിടിക്കാൻ സാധിച്ചു. ഒന്ന് സഅദ് ഇബ്നു ഉബാദ, മറ്റൊന്ന് മുൻദിർ ഇബ്നു അംർ. ഈ രണ്ടാളുകളും അഖബ ഉടമ്പടിക്കായിട്ട് വന്നവരായിരുന്നു. അവരെ ഖുറൈശികൾക്ക് പിടിക്കാനും സാധിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, 75 ആളുകളായിട്ട് കരാർ ഉണ്ടാക്കിയല്ലോ. ഈ കരാർ ഉണ്ടാക്കിയതിന് ശേഷം 12 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് നേതാക്കളായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈ 12 ആളുകളിൽ 9 ഹസ്രജും 3 ഔസുമാണ്. ഈ പറഞ്ഞ 2 ആളുകൾ ഇവർ പിടിച്ച സഅദ് ഇബ്നു ഉബാദ അതുപോലെ തന്നെ മുൻദിർ ഇബ്നു അംർ, ഇവർ രണ്ടുപേരും ആ നേതാക്കന്മാരിൽ പെട്ടവരാണ്. മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അവർക്ക് ആകെ 2 ആൾക്കാരെ മാത്രമാണ് പിടിക്കാൻ സാധിച്ചത്. ഇതിൽ തന്നെ മുൻദിർ ഇബ്നു അംർ അവരുടെ കയ്യിൽ നിന്ന് കൊതറി മാറി ഓടിപ്പോയി. പക്ഷെ സഅദ് ഇബ്നു ഉബാദയെ അവര് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലാക്കി. അങ്ങനെ അവർ ഒരുപാട് പീഡനങ്ങളൊക്കെ നടത്തി. അവർക്ക് പിന്നെ സഅദ് ഇബ്നു ഉബാദ കുറെ രക്ഷപ്പെടാൻ കുറെ വഴികളൊക്കെ അവരെങ്ങനെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ഒരു മാർഗമില്ല. അവസാനം സുഹൈൽ ഇബ്നു അംർ അദ്ദേഹം കാണാൻ നല്ലൊരു മാന്യന്റെ ലുക്കായിരുന്നു.
അങ്ങനെ സഅദ് ഇബ്നു ഉബാദ പറയുന്നുണ്ട്, സുഹൈൽ ഇബ്നു അംറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം ഇവന്റെ പക്കൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് സുഹൈൽ ഇബ്നു അംറിന്റെ പക്കൽ നിന്നായിരിക്കും. കാരണം അദ്ദേഹത്തെ കണ്ടാൽ ഒരു മാന്യനായിരുന്നു. പക്ഷേ സുഹൈൽ ഇബ്നു അംർ വന്നിട്ട് നേരെ ഇദ്ദേഹത്തെ അടിക്കുക ചെയ്തത്. അപ്പൊ ഇദ്ദേഹം ഉറപ്പിച്ചു ഇനി ഒരിക്കലും രക്ഷപ്പെടുക സാധ്യമല്ല, ഇവരിൽ തന്നെ കസ്റ്റഡിയിൽ തന്നെ വാഴേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കുന്നവരാണ് ജുബൈർ ഇബ്നു മുത്ഇം. ജുബൈർ ഇബ്നു മുത്ഇം എന്ന് പറഞ്ഞാൽ നമ്മള് മുത്ഇം ഇബ്നു അദി നമ്മള് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം മക്കയിൽ താമസിക്കുന്നത് മുത്ഇം ഇബ്നു അദിയുടെ സംരക്ഷണത്തിലാണ്, അദ്ദേഹത്തിന്റെ ജാമ്യത്തിലാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ജുബൈർ ഇബ്നു മുത്ഇം. ഇദ്ദേഹം അൽ വലദു സിറു അബിഹി എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം വളരെ പിതാവിനെ പോലെ തന്നെ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ആരോ ഒന്ന് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സഅദ് ഇബ്നു ഉബാദയെ അറിയോ, അദ്ദേഹം അങ്ങനെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മക്കയിലും മദീനയിലും ഉള്ള പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അറിയുന്നവരാണ്, കച്ചവട ബന്ധത്തിലൂടെയും മറ്റൊക്കെ അങ്ങനെ അറിയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സഅദ് ഇബ്നു ഉബാദയെ അറിയാം. അങ്ങനെ ജുബൈർ ഇബ്നു മുത്ഇമിന്റെ ജാമ്യത്തില് സഅദ് ഇബ്നു ഉബാദയെ അവര് മക്കയിൽ നിന്ന് വിട്ടു. അവര് റെക്കമെൻഡേഷനിൽ വിട്ടയച്ചു. ഇങ്ങനെ ഇതോടുകൂടി അധ്യായം അവിടെ അവസാനിക്കാണ്. രണ്ടുപേരെ പിടിച്ചു. ഒരാള് ഓൾറെഡി അവര് മാറി, മറ്റൊരാൾക്ക് ജാമ്യത്തിൽ ഇറക്കി വിടുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു ചരിത്രം. പിന്നെ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ അവര് വരുന്ന സന്ദർഭത്തിൽ അവർക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങളും രസകരമായിട്ടുള്ള ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ബറാ ഇബ്നു മഅറൂർ നമ്മൾ അറിയണം, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തത് ബറാ ഇബ്നു മഅറൂർ ആണ്. ബറാ ഇബ്നു മഅറൂർ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ രണ്ടാം അക്കബ ഉടമ്പടി സമയത്ത് ഉടമ്പടിക്ക് ആദ്യമായിട്ട് രണ്ടാം അക്കബ ഉടമ്പടിയിൽ ആദ്യമായിട്ട് കൈ കൊടുത്തത് ബറാ ഇബ്നു മഅറൂറാണ്. ഈ സംഭവം പറയുന്നത് രണ്ടാം അക്കബ ഉടമ്പടിക്കായിട്ട് അവർ വരുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം ഇതിനൊരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈഡ് പോയിന്റ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. അങ്ങനെ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ പിന്നെ കഅബ് ഇബ്നു മാലിക് എല്ലാവരും ഉണ്ട്. അവരോട് പറഞ്ഞു, നമ്മള് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസ് ആണ് ഖിബ്ല. പക്ഷെ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു മാനസികമായിട്ട് ഒരു പ്രയാസമുണ്ട്. നമ്മൾക്ക് കഅബയിലേക്ക് തന്നെ നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, അദ്ദേഹം പറയുന്ന ഇതാണ്, ഖദ് റഅയ്തു അല്ല അദഅ ഹാദിഹിൽ ബിനിയത മിന്നി ബിളഹിരിൻ യാനി അൽ കഅബ വഅൻ ഉസല്ലി ഇലൈഹ. അപ്പോ ഇങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഫഖുൽന വല്ലാഹി മാ ബലഗന അന്ന നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇല ശാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് നിസ്കരിക്കുന്നതല്ലാതെ നമുക്കറിയില്ല. അപ്പം നമ്മൾ ഷാമിലേക്ക് തന്നെ നിസ്കരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസും അതുപോലെ തന്നെ കഅബയും മുന്നിൽ വരുന്ന രീതിയിലാണ് നിസ്കരിക്കുക. ആ ഒരു പൊസിഷനിലാണ് നിസ്കരിക്കുക. നേരെ മുന്നിൽ കഅബ വരും, അതിന്റെ ബാക്കിലായിട്ട് ബൈത്തുൽ മുഖദ്ദസ് വരും. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നിസ്കരിച്ചിരുന്നത്. പക്ഷെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത് പോസിബിൾ അല്ല. കാരണം മക്കയിലേക്ക് തിരിയാണെന്നുണ്ടെങ്കിൽ ഷാമോ ബാക്കിലാവും, ഇനി ഷാമിലേക്ക് തിരിയാണെന്നുണ്ടെങ്കിൽ കഅബ ബാക്കിലാവും. അപ്പൊ അത് രണ്ടും കൂടി അവർക്ക് പോസിബിൾ അല്ല, രണ്ടിലും കൂടി നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ബറാ ഇബ്നു മഅറൂർ ചോദിക്കുന്നത് അങ്ങനെ തന്നെ നിസ്കരിക്കണമെന്ന്. മറ്റുള്ളവർ നമുക്ക് ഷാമിലേക്ക് തന്നെ നിസ്കരിക്കാന്നാണ്. പക്ഷെ ബറാ ഇബ്നു മഅറൂർ കഅബയിലേക്ക് തന്നെയാണ് നിസ്കരിച്ചത്. അങ്ങനെ അവര് നിസ്കരിച്ചു. അവര് മക്കയിലെത്തി, ഉടമ്പടിക്കായിട്ട് മക്കയിലെത്തിയ സന്ദർഭത്തിൽ ബറാ ഇബ്നു മഅറൂറിന് ഒരു മാനസികമായിട്ടുള്ള പ്രയാസം. എങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞ കാര്യമല്ലല്ലോ ചെയ്തത്. പിന്നെ അങ്ങനെ കഅബ് ഇബ്നു മാലിക്കിനോട് പറഞ്ഞു, ഇങ്ങനൊക്കെ നമ്മൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ചില പ്രയാസങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ നിസ്കരിച്ചില്ലേ, നമ്മൾ അതൊന്ന് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ കഅബ് ഇബ്നു മാലിക് പറഞ്ഞു, നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞു. ഇവരാരും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. കാരണം അവര് കണ്ടത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ മാത്രമാണ്. ഇസ്ലാം പഠിച്ചതും അവരിൽ നിന്നാണ്. അവരാരും റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവര് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള ചില ആൾക്കാരോട് ചോദിച്ചു, പിന്നെ ഞങ്ങൾക്കൊന്ന് റസൂലുള്ളാഹിനെ കാണേണ്ടിയിരുന്നു, പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അവര് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഇതിന്റെ മുമ്പ് അതിന് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല. അന്നപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു തരിക. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഫഹൽ താരിഫാനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അമ്മഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ഇവർക്കറിയാം.
കാരണം ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളെ കൊണ്ട് കച്ചവടത്തിലൂടെയൊക്കെ അവർക്ക് അത് അറിയാം. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവരെ ഞങ്ങൾക്ക് അറിയാമെന്നാണ് അന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്ക് അടുത്ത് ഇരിക്കുന്നുണ്ട്. അല്ല, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് കഅബക്ക് അടുത്ത് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ഇരിക്കുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. അങ്ങനെ അവര് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കണ്ടു. അങ്ങനെ കണ്ടുടനെ ഇവരെ രണ്ടാളെയും കണ്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ താരിഫു ഹദൈനി റജുലൈനി യാ അബൽ ഫളൽ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, ഇവർ രണ്ടുപേരെയും താങ്കൾക്ക് അറിയോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്. അപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, എനിക്കറിയാം. ഖാല നഅം ഹാദൽ ബറാ ഇബ്നു മഅറൂർ സയ്യിദു ഖൗമിഹി. ഇത് ബറാ ഇബ്നു മഅറൂർ ആണ്, ആ സമൂഹത്തിന്റെ നേതാവാണ് എന്ന് പറഞ്ഞു. വഹാദ കഅബ് ബിൻ മാലിക്. ബറാ ബിൻ മഅറൂറിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, വിശേഷണവും പറഞ്ഞു, അത് ആ ഖൗമിന്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞു. നേരെ മറിച്ച് കഅബ് ബിൻ മാലിക്കിനെ പറഞ്ഞപ്പോൾ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അശായിർ എന്ന് ചോദിച്ചു, കവിയായ കഅബ് ബിൻ മാലിക് ആണോ എന്ന് ചോദിച്ചു. ഇത് കഅബ് ബിൻ മാലിക് പിന്നെ പറയുന്നുണ്ട്, ഫവല്ലാഹി മാ അൻസാ ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശായിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണോ എന്ന് എന്നെ കുറിച്ച് ചോദിച്ച ചോദ്യം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയായി. ഇവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പരിസരം വീക്ഷിക്കാനുള്ള ഒരു കഴിവും കൂടിയാണ്. കാരണം മക്കയിൽ നിന്ന് ഒരുപാട് ദൂരാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ ചെറുപ്പത്തിലൊക്കെ പോയത് ചരിത്രത്തിൽ അല്ലാതെ അങ്ങനെ കൂടുതലായി സഞ്ചരിച്ചിട്ടൊന്നുമില്ല. എന്നാലും അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് അറിയാനും പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ മാലിക് എന്ന് പറഞ്ഞ ഉടനെ കവിയാണോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഒരു സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഷാമ് പിന്നിലാക്കി കഅബ് പിന്നിലാക്കി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസം തോന്നി. അതുകൊണ്ട് ഞാൻ കഅബയിലേക്ക് ഖിബ്ലയായിട്ടാണ് ഞാൻ നിസ്കരിച്ചതെന്ന് പറയുന്നുണ്ട് ബറാ ഇബ്നു മഅറൂർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖദ് കുൻത അലാ ഖിബ്ലത്തിൻ ലൗ സബർത അലൈഹ. നിങ്ങളിപ്പോൾ ഒരു ഖിബ്ലയിലേക്ക് തിരിഞ്ഞാണല്ലോ നിസ്കരിക്കുന്നത്, ക്ഷമയോടുകൂടി ആ ഖിബ്ലയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായിട്ട് ബറാ ഇബ്നു മഅറൂറിനോട് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ആ ഒരു ഈമാനികമായിട്ടുള്ള ആവേശവും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഫിത്രയും കൂടിയാണ്. കാരണം മാത്രവുമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി കൊടുത്തത് ബറാ ഇബ്നു മഅറൂറാണ്. പക്ഷേ ഈ ഒരു അഖബ ഉടമ്പടി നടക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസം കഴിഞ്ഞ് മുഹറം, സഫർ, റബിയുൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ബറാ ഇബ്നു മഅറൂർ ഇല്ലായിരുന്നു. അപ്പോഴേക്കും ബറാ ഇബ്നു മഅറൂർ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ഉടനെ ബറാ ഇബ്നു മഅറൂറിനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് വഫാത്തായി എന്ന് പറഞ്ഞു. മാത്രമല്ല വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ധനത്തിന്റെ 1/3 ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ മക്കൾക്ക് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ അവർ പോയി സന്ദർശിക്കുകയും അവിടെ ഖബർ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വദ്ഖിൽഹു ജന്നതക വഖദ് ഫഅൽത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് അവരുടെ ഖബറിന്റെ അവിടെ വെച്ചിട്ട് പറയുന്നതാണ്. മാത്രമല്ല അവരെ കുറിച്ച് ബറാ ഇബ്നു മഅറൂറിനെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇവര് മരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ കഅബയിലേക്ക് തിരിച്ച് നിർത്തണമെന്ന് ബറാ ഇബ്നു മഅറൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരങ്ങനെ തന്നെയാണ് നിർത്തിയതും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അസാബൽ ഫിത്ര എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതം ഇസ്ലാമിക മൂല്യങ്ങളുമായിട്ട് യോജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിന്റെ അർത്ഥം അങ്ങനെ പറയാം, അദ്ദേഹത്തിന്റെ ഫിത്രക്ക് എന്താണ് ഒരു കൃത്യമായിട്ട് എന്താണ് അതിനൊരു മലയാളത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രകൃതം, അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ ഇസ്ലാമിക മൂല്യങ്ങളോട് യോജിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കിബിലയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ കഅബയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് കിബില മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു ക്വാളിറ്റി കൊണ്ട് കിട്ടിയതായിരിക്കും. അപ്പോൾ ഹിജ്റയുടെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ, രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം നടന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ എപ്പിസോഡിൽ. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ഹിജ്റയുടെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
നാഫിയായ ഇൽമു അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الخطوة تتبع خطوة وطريق الظلم سيطوى ويشق سبيل النور لفجر الدعوى نتخلى لكن نمضي لنهز بقاع الأرض نتألم لكن ذاك مخاض الصحوى يا مكة ما أطيبك بشجون